കേന്ദ്ര സർക്കാരിന്റെ ഭാരതരിക്ക് ബദലായിട്ട് കേരളത്തിന്റെ ശബരി കെ റൈസ് വരുന്നു. ഉടനിതും എത്തുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ 24 വെളിപ്പെടുത്തി. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഏത് റേഷൻ കാർഡ് ഉടമയ്ക്കും 10 കിലോ ശബരി അരി വാങ്ങിക്കാം. അരി കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ട സാഹചര്യമാണ് ഭാരത അരിയിലൂടെ സൃഷ്ടിച്ചതെന്നും മന്ത്രി വിമർശനമുയർത്തുന്നു. അത് യാഥാർത്ഥ്യമാവും. അണിയറ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ 10 കിലോ അരി ഏത് കാർഡ് ഉടമയ്ക്കും വാങ്ങാൻ കഴിയുന്ന സൗകര്യം കേന്ദ്ര ഗവൺമെൻറ് ഭാരത് റൈസ് എന്ന് പറഞ്ഞ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന 29 രൂപയ്ക്കുള്ള അരിയാണ്. ക്വാളിറ്റിയിലും അതിൻ്റെ വിലയിലും മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ് ഒരുക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ശബരി കെ റൈസ് എന്ന് സപ്ലൈകോ വഴി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് റേഷൻ കടകളിലൂടെ കൊടുക്കുന്ന അരി അവരുടെ FCI ഗോഡൗണിൽ നിന്ന് 24 രൂപ വിലയുള്ള അരി 18 രൂപ 59 പൈസയ്ക്ക് കൊടുത്തിട്ട് ആ അരിയാണ് 29 രൂപ വില നിരക്കിൽ എന്ന് പറയാൻ 10 രൂപ ഡിഫറൻസിൻ്റെ ഇട്ടുള്ള നിരക്കിൽ ഇവിടെ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അഖിൽ ഷാ അൻസാർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. നമുക്കറിയുന്നത് പോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാരത് റൈസ് ഈ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടാണ് കൊണ്ടുവന്നത്. അത് 29 രൂപയ്ക്കാണ് ഈ വിപണിയിൽ ഭാരത് റൈസ് വിൽക്കുന്നത്. അതിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഇന്നലെയും ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉന്നയിച്ചത്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ കേരളത്തിന്റെ റൈസ്, ശബരി കെ റൈസ്, അത് ഉടൻ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും. അതിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഉടൻ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാരും നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാരത് റൈസിനെതിരെ വലിയ വിമർശനവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതായത് കേന്ദ്രം റേഷൻ കടകളിലൂടെ നൽകുന്ന അരി തന്നെയാണ് അത് വില കൂട്ടി 18 രൂപയുടെ അരി വില കൂട്ടി 29 രൂപയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നെന്നുള്ളൊരു വലിയ വിമർശനവും മന്ത്രി GR അനിൽ വ്യക്തമാക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനമായും ഈ അരി ജനങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നെങ്കിൽ, സിവിൽ സപ്ലൈസ് വകുപ്പിന് നൽകിയിരുന്നെങ്കിൽ അത് വലിയ ലാഭത്തിൽ വളരെ വില കുറച്ച് ജനങ്ങൾക്ക് നൽകാമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ജനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഇത്തരത്തിൽ ഭാരത് അരി വാങ്ങുന്നതിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ബദലായി സംസ്ഥാന സർക്കാർ കെ റൈസ് പുറത്തു കൊണ്ടുവരുന്നു. ജനങ്ങൾക്ക് അത് ഏത് കാർഡ് ഉടമയ്ക്കും പ്രതിമാസം 10 കിലോ അരി വാങ്ങിക്കാമെന്നുള്ളൊരു കാര്യമാണ് മന്ത്രി GR അനിൽ വ്യക്തമാക്കുന്നത്. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അത് എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യവും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. ഓക്കെ, താങ്ക് യു അഖിൽ ഷാ.